ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബിയുടെ വിനയത്തെക്കുറിച്ച് ബർക്കത്തിനു വേണ്ടി ഞാനും അല്പം പറയാം. തഖബ്ബലല്ലാഹ്. സൃഷ്ടികളിൽ ഏറ്റവും വലിയ വിനയ വിസ്മയം ആയിരുന്നു മുത്തുനബി. ഏതാനും സംഭവങ്ങൾ ഉദാഹരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പല വേളകളിലും തിരുനബി കാലിൽ നീരുകെട്ടി വീർക്കുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പടച്ചവൻ പുറത്തു തന്നിട്ടും പിന്നെന്തിനീ പ്രയാസപ്പെടൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ? നോക്കൂ, ആ വിനയവിസ്മയം ദിവസവും മുടങ്ങാതെ ഒട്ടനവധി തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയ തിരുചര്യയും ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ട ഒന്നാണ്. തീർന്നില്ല. ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മൂവർ സംഘത്തിൻ്റെ ഏക ആശ്രയം. തിരുനബിയും അലി തങ്ങളും മർസദ് തങ്ങളും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു പ്ലാൻ. തങ്ങളുടെ ഊഴമെത്തിയപ്പോൾ അലി തങ്ങളും മർസദ് തങ്ങളും പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഊഴത്തിലും അങ്ങ് ഒട്ടകപ്പുറത്തേറൂ, അതാണ് ഞങ്ങൾക്കിഷ്ടം. എന്നാൽ സത്യനബിയുടെ അധരം ചലിച്ചു. ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്. മാത്രമല്ല, നിങ്ങളെപ്പോലെ ഞാനും റബ്ബിൻ്റെ കൂലി ആഗ്രഹിക്കുന്നു. ആ വിനയം എത്ര മഹത്തരം അല്ലേ? മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ സമയം. സ്വഹാബത്തിനൊപ്പം ഇഷ്ടിക മാറ്റിവെക്കാൻ മുത്തുനബിയും സജീവമായുണ്ട്. അങ്ങ് വിശ്രമിച്ചോളൂ, എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് ഒരു സ്വഹാബി പറഞ്ഞപ്പോഴും മേൽപ്പറഞ്ഞ വാക്യം തന്നെയാണ് നബി തങ്ങൾ ആവർത്തിച്ചത്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയ ഉദ്ഘാടകനെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതും ഉണ്ടെങ്കിലും അവിടുന്ന് സദാ വിനയാധീനനായി ജീവിച്ചു. അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ടും ചെറുകൂരയിൽ ആണ് അവിടുന്ന് അന്തിയുറങ്ങിയത്. പോരാത്തതിന് വീട്ടുജോലികളിൽ വരെ കുടുംബത്തിനെ സഹായിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊലി കളയാത്ത ഗോതമ്പ് റൊട്ടിയും രുചിഭേദം വന്ന വെണ്ണയും കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാലും ക്ഷണം സ്വീകരിക്കുമായിരുന്നു. ഇന്നത്തെ രാജാക്കളുടെയും ഗോജാക്കളുടെയും അഹങ്കാരം അതിനു സമ്മതിക്കുമോ? അക്കാലത്തെ ഏറ്റവും താഴ്ന്ന വാഹനമായ കഴുതപ്പുറത്ത് തിരുനബി സഞ്ചരിച്ചു എന്നതും എടുത്തു പറയേണ്ടതു തന്നെ. അങ്ങോട്ട് അഭിവാദ്യം ചെയ്തു തുടങ്ങുന്നതും യാത്രാവേളകളിലും മറ്റും സേവനം ചെയ്യാൻ മുന്നിടുന്നതും ഒക്കെ വിനയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഒരിക്കൽ 3 പേരോട് ഒന്നിച്ചു യാത്ര ചെയ്യുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർ വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി ഒരു സ്ഥലത്ത് ഇറങ്ങി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ആടിനെ അറുത്തു തോൽ പൊളിക്കാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇത് കഷ്ണമാക്കിത്തരാം. മൂന്നാമൻ പറഞ്ഞു, ഞാൻ ഇത് പാകം ചെയ്യാം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അതിനുള്ള വിറകു ശേഖരിക്കാം. സഹയാത്രികർ നബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നബി തങ്ങൾ തൻ്റെ സേവനം സമർപ്പിക്കുക തന്നെ ചെയ്തു. വിനയമുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ ഇത്ര വലിയ നേത്യ പദവിയിലായിരിക്കുമ്പോഴും ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവരോട് അങ്ങ് വിനീതമായി പെരുമാറി. അവിടുന്നെങ്ങാനും പരുത്ത സ്വഭാവക്കാരനും കഠിന മനസ്കനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റും നിന്നും അവർ വിരണ്ടോടുമായിരുന്നു എന്ന ഖുർആൻ അധ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യം വിജയിപ്പിച്ചതും അവിടുത്തെ വിനയം ആയിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തിരുനബിയുടെ വിനയവിസ്മയം കണ്ട് ഒരുപാട് അവിശ്വാസികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഒന്നു മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തിരുനബി ഏതോ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഒരു അടിമ സ്ത്രീ അവരുടെ ഒരു വിഷയം പ്രവാചകനോട് പങ്കുവയ്ക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. സുപ്രധാന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ തിരക്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കാൻ തൻ്റെ കാതുകൾ ഒഴിഞ്ഞുവയ്ക്കുകയായിരുന്നു. അന്ന് ശത്രുപക്ഷത്തായിരുന്ന അയ്യിദിന് ഇത് കണ്ട് അത്ഭുതം തോന്നി. മദീനയിലെ ഭരണാധികാരി, സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ എന്ന് ജനം വിധിയെഴുതിയ ഒരു അടിമ സ്ത്രീയുടെ വാക്കുകൾക്കായി ഇത്ര തിരക്കുകൾക്കിടയിലും തൻ്റെ കർണപുടങ്ങൾ നീക്കിവയ്ക്കുന്നു. ഈ രംഗം കണ്ട അദിയ്യ് പിന്നീട് പ്രവാചകൻ്റെ അനുയായിയായി മാറി എന്നതാണ് ചരിത്രം. മേൽപ്പറഞ്ഞ സംഭവ പശ്ചാത്തലം ആധുനിക ഭൗതിക നേതാക്കൾക്കൊപ്പം ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അവിടെയാണ് അഹങ്കാരത്തെ അടിച്ചമർത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവിസ്മയം വ്യത്യസ്തമാവുന്നത്. പ്രവാചകൻ നടന്നു പോകുമ്പോൾ വഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങളുണ്ടാവും. കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് പ്രവാചകർ അവരെ അവഗണിക്കില്ല. അവരോടുകൂടി സലാം പറഞ്ഞിട്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോവുക.
വിനയമാണ് മനുഷ്യനെ മഹത്വങ്ങളിലേക്ക് ഉയർത്തുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും പ്രവർത്തിച്ചു കാണിച്ചതും. ആ മൊഴിമുത്ത് ഹൃത്തിൽ ഉറച്ച് വിനയവിസ്മയം തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.